നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ക്യാമ്പിൻ്റെ അമീറും മുൻ സംസ്ഥാന സാരഥിയുമായ അബ്ദുൾ റസാഖ് ബുസ്താനിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഞാൻ പറയുന്നത് 51 വയസ്സിന് മുകളിലുള്ളവർക്കും സാദാത്യങ്ങൾക്കും ബാധകമല്ല, പണ്ഡിതന്മാർക്കും ബാധകമല്ല. കാരണം 51 മേലെ എന്ന് പറയാൻ കാരണം ഐ ആം നൗ 51. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ആ പറഞ്ഞ ആളുകൾ ഒഴികെ, നേരത്തെ ഒഴിവാക്കപ്പെട്ട ആളുകൾ ഒഴികെ അവരിരുന്നാൽ മതി. 3 സ്വലാത്ത് ഇല്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരോടും ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയാണ്. ഫരീദ് സാഹിബ് എപ്പോഴും പറയാറുണ്ട്, മാസ്റ്ററിലിൻ്റെ ആളാണ്, നമ്മുടെ ക്യാമ്പിലെ മാസ്റ്ററിലിൻ്റെ ആളാണ്. നാഷണൽ കാഡറ്റ് കോർപ്സ് എന്ന NCC എന്നൊരു വിഭാഗമുണ്ട്. ഫരീദ് സാഹിബ് ഞാനൊക്കെ അതിൽ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ ട്രെയിൻഡ് ആയതുകൊണ്ട് ഇപ്പോൾ മാസ്റ്ററിൽ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇതിൻ്റെ ഒരു വിഭാഗം ഒന്ന് റിലാക്സ് ആകുക. അപ്പോൾ ഇതുവരെ പറഞ്ഞു നല്ല ഗഹനമായ പഠനങ്ങൾ നടത്തിയത് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അത് ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മുറാഹിമായ മാലിക്കുൽ മുലൂക്കായ റബ്ബ് നമ്മുടെ എല്ലാ ഒത്തുകൂടലും സ്വാലിഹായ അമലായി നമ്മിൽ കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫയാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇന്നലെ ഇവിടെ പ്രഭാഷണം നടത്തിയ നമ്മുടെയൊക്കെ നിറഞ്ഞ യൗവനത്തിൻ്റെ കഥ പറഞ്ഞ് നമ്മളെ പോയകാല വസന്തത്തിലേക്ക് നയിച്ച പ്രഗത്ഭനായ പ്രഭാഷകൻ ഇന്ന് മിംസ് ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. നന്നായി ആമീൻ പറയണം. അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ, അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ, അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാരഥന്മാരായ ഉസ്താദുമാർ, അഭിവന്യരായ നമ്മുടെ ഉസ്താദുമാർ, മഹാരഥന്മാരായ സമസ്തയുടെ ഉലമാക്കൾ, അവസാനമായി എൻ്റെ പ്രിയങ്കരനായ ഉസ്താദ് കൂടിയായ ഈ വേദിയിലൊക്കെ നമ്മുടെ എല്ലാ ക്യാമ്പുകളിലും കഴിഞ്ഞുപോയ സമ്മേളനങ്ങളുടെ എല്ലാ ക്യാമ്പുകളിലും ഒരു വിഷയം അവതരിപ്പിച്ചിരുന്ന എൻ്റെ അഭിവന്യനായ ഉസ്താദ് ജലീൽ ഫൈളി പുല്ലങ്കോട്, അള്ളാഹു സുബ്ഹാനഹു തആല ഖബർ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ, സ്വർഗീയ കവാടങ്ങൾ ഖബറിലേക്ക് തുറന്നു കൊടുക്കുമാറാവട്ടെ. ആ മഹാനുഭാവനോടൊപ്പം സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്ത് ഷെയ്ഖുനാ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അടക്കമുള്ള മഹാരഥന്മാരോടൊപ്പം സ്വർഗീയ ലോകത്തെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എൻ്റെ സഹോദരങ്ങളെ, ഈ ക്യാമ്പ് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അനുഭവമാണ് നമുക്ക് പങ്കിട്ടുള്ളത്. ക്ലാസ്സുകളൊക്കെ വളരെ ഭംഗിയായി ടൈം ടു ടൈം വളരെ വൃത്തിയായി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ സ്ക്രീനിൽ കൃത്യമായ നമ്മൾ വാതിനോറിൽ 2 ലൈറ്റാണ് വെച്ചത്. 2 ലൈറ്റ്, പച്ച ലൈറ്റ് കത്തും, പിന്നെ ചോപ്പ് ലൈറ്റ് കത്തും. ചോപ്പ് ലൈറ്റ് മിന്നി മിന്നി കത്തിയാൽ അവ പ്രസംഗം നിർത്തണം. പലർക്കും പലരും മനസ്സിലായില്ല. ലൈറ്റ് കത്തിച്ചു കൊടുത്തപ്പോൾ അത് ശരിക്കും കാണാനാണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ തിരുത്തേണ്ടി വന്നു. ഇപ്പം അതല്ല, കുറച്ചുകൂടി ടെക്നോളജി മുന്നോട്ട് പോയി. 10 കൊല്ലത്തിന് ശേഷം 15 കൊല്ലം കഴിഞ്ഞു. ആധുനിക ടെക്നോളജിയാണ്. പ്രഭാഷകൻ എഴുന്നേറ്റെന്നാൽ മിനിറ്റ് അവിടെ കാണിക്കും, പിന്നെ മിനിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. അവസാന മിനിറ്റ് 0-ലെത്തും, 0 മിന്നും. പിന്നെ നിങ്ങളെ സമയം അവസാനിച്ചു എന്ന് പറയും. അവസാനത്തെ ഒടുക്കത്തൊരു പരിപാടിൻ്റെ മൈക്ക് ഓഫാക്കൽ, അത് അതവ് മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഓഫാക്കാതിരുന്നതാണ്. ഏതായിരുന്നാലും വളരെ കൃത്യമായി കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ആരും ടൈം അധികം ഉപയോഗിച്ചിട്ടില്ല. ടൈം ഉപയോഗിക്കേണ്ട ക്ലാസ് വന്നപ്പോൾ വഹാബുദ്ദീൻ ഉസ്താദിന്, അതുപോലെ തന്നെ വാക്കവി ഉസ്താദിനൊക്കെ നമ്മൾ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല പണ്ഡിതന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. സഹോദരന്മാരെ, അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ SKSF-ന്റെ പുതിയ തലമുറയോട് പറയാനുള്ളത്, വളരെ സന്തോഷത്തോടു കൂടിയാണ് അഭിമുഖീകരിക്കുന്നത്. ഈ യുവത്വത്തെ നിറഞ്ഞ യൗവനത്തെ കാണുമ്പോൾ നിങ്ങളാണ് ഞങ്ങളുടെ ഭാവി, ഈ സമുദായത്തിൻ്റെ ഭാവി നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ തസ്കിയത്ത് ചെയ്ത ഒരു സംസ്കരിക്കപ്പെട്ട ഒരു സമൂഹമായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. അതിന് കുറച്ച് ഇട്ടവട്ടങ്ങൾ നമ്മൾ പാലിക്കണം. നമ്മുടെ പൂർവികരായ കഴിഞ്ഞുപോയ മഹാരഥന്മാരുടെ ആ തസ്കിയത്ത് നമ്മുടെ ഓർമ്മകളിലേക്ക് വരണം. അവരൊക്കെ വളരെ ലാളനയോടുകൂടി വളർത്തിയ പ്രസ്ഥാനമാണ് SKSF. നമ്മൾ ഓർമ്മ വരണം. ഒരൊറ്റ സംഭവം മാത്രം, മഹാനായ CH ഹൈദ്രോസ് മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാവട്ടെ. നടക്കാവിൽ ഞാൻ പഠിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ CH ഉസ്താദ് രാത്രി 12 മണിക്ക് താഴെ ഡോർ മുട്ടുകയാണ്. താഴെ ഡോർ മുട്ടുന്നു. ഞാനവിടെ മുകളിൽ പള്ളിയിൽ കിടക്കുകയാണ്. മുതഅല്ലിമീങ്ങൾ പോയി പുറത്തേക്ക് നോക്കി, മക്കളെ വാതിലൊന്ന് തുറക്കണമെന്ന് പറഞ്ഞു. കുട്ടികൾ വന്നു, ഇവിടെ പള്ളിയിൽ കിടക്കാൻ പറ്റില്ല, ടൗൺ പള്ളിയാണ്, ഒന്നെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ അനുമതി വേണം, അല്ലെങ്കിൽ ഉസ്താദിൻ്റെ അനുമതി വേണം. ജനറൽ സെക്രട്ടറി വീട്ടിൽ ഉറങ്ങുകയാണ്, ഉസ്താദ് ഇവിടെ ഇല്ലാനും. അപ്പോൾ ഏതോ ആരാന്ന് നോക്കാൻ വേണ്ടി വെറുതെ ഞാൻ പുറത്തേക്ക് നോക്കിയതാണ്. ഞാൻ വയൽ കഴിഞ്ഞ് വന്ന് കിടന്നതാണ്. നോക്കുമ്പോൾ മഹാനായ ശൈഖുനാ CH ഉസ്താദാണ്. കോണി എങ്ങനെ ഇറങ്ങിയെന്ന് അറിയില്ല. ഇറങ്ങി വാതിൽ തുറന്നു നോക്കുമ്പോൾ കറുത്ത ആ ബാഗ്, ദാൽഹുദ, ഇന്നത്തെ യൂണിവേഴ്സിറ്റി, ഇന്നത്തെ ദാൽഹുദയുടെ CH ഉസ്താദിന്റെ അന്നത്തെ മഹാരഥനായ CH ഉസ്താദിനെയും ഡോക്ടർ ബാപ്പുട്ടിയായിട്ടും സന്തതികളാണ് സത്യം പറഞ്ഞാൽ ഡോക്ടർ ജുബൈർ ഹുദവി അടക്കമുള്ള ആളുകൾ നമ്മുടെ പ്രോഗ്രാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ സന്തതികളാണ്.
ആ CH ഉസ്താദ് ആ കറുത്ത ബാഗ് ദാൽഹുദയുടെ പഴയ ദാൽഹുദയുടെ മുറ്റത്ത് ആ മരത്തിൽ കൊളുത്തിയിട്ട ആ കറുത്ത ബാഗുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ഓടിച്ച ഉസ്താദ് എവിടെ നിന്നാണ് വരുന്നത്? എന്നോട് പറഞ്ഞു 10-20 വർഷം മുമ്പാണ്, കുട്ടികൾ ആലോചിക്കണം. എന്നോട് പറഞ്ഞു തലശ്ശേരിക്കപ്പുറത്ത് മോനെ മറ്റൊന്നൊരു ഭാഗത്ത് സുന്നി യുവജന സംഘത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി കഴിഞ്ഞ് അവർ തലശ്ശേരിയിലാക്കി തന്നു. അവിടെ നിന്ന് ഒരു അണ്ണാച്ചിയുടെ ലോറി കിട്ടി. ആ ലോറിയിൽ ഞാനിങ്ങനെ പോന്നുവെന്ന്. നമ്മൾ ആലോചിക്കണം, എൻ്റെ പ്രവർത്തകർ ആലോചിക്കണം. പരിപാടിക്ക് പോകാൻ വാഹനമില്ലാതെ തിരക്കുള്ളവർക്കാവാം, തിരക്കില്ലാത്ത അത്ര വലിയ തിരക്കില്ലാത്ത ആളുകൾ വാഹനത്തിലെ പോകുമെന്ന ശാഠ്യം ഈ കഥ പറയുമ്പോൾ നമ്മൾ മറന്നു പോവുകയാണ്. മഹാനായ CH ഉസ്താദ് പറഞ്ഞു അണ്ണാച്ചിയുടെ ലോറിയിൽ ഞാനിങ്ങനെ പോന്നു. നടക്കാവിലെത്തിയപ്പോൾ അണ്ണാച്ചി പറഞ്ഞു ഞാൻ വണ്ടി സൈഡാക്കുകയാണ്, ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. രാത്രി ലോറി അങ്ങനെയാണല്ലോ, കുറെ ഓടിച്ചാൽ അവർ സൈഡാക്കി ഉറങ്ങും. അപ്പോൾ അണ്ണാച്ചി ഉറങ്ങിയപ്പോൾ ഞാനിവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ ഉസ്താദെ അണ്ണാച്ചിനോട് ഇത്രയും സമയം അങ്ങനെ മിണ്ടാതെ ഇങ്ങനെ പോന്നു, അണ്ണാച്ചിയോട് ഉസ്താദ് സംസാരിക്കുക, തമിഴ് അറിയാമെന്ന് വെച്ചു. ഉസ്താദ് പറഞ്ഞു കൊഞ്ചം കൊഞ്ചം പേശും, ഞാൻ ബാക്കി യാത്രയല്ലേ പഠിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു, മുകളിൽ വന്ന് ഇരുന്ന് സംസാരിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ നടക്കാവിലാണല്ലോ എത്തിയത്. അപ്പോഴല്ലേ സുലൈമാൻ മൗലിയാരെ പള്ളി ഇവിടെയാണല്ലോ എന്ന്. എൻ്റെ ഉസ്താദാണ് സുലൈമാൻ ഫൈദി മാളിയക്കൽ, അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഉസ്താദിൻ്റെ പള്ളി ഇവിടെയാണെന്നുള്ള മനസ്സിലാക്കി ഞാൻ ഇങ്ങോട്ട് പോന്നാ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ മുകളിൽ വന്നു. ഉസ്താദിൻ്റെ ബെഡ് കിടക്കാൻ പറഞ്ഞു. വന്നില്ല, നിലത്ത് അവിടെ പായിൽ കിടന്നു. നമ്മളായിരിക്കണം, പുതിയ തലമുറ മനസ്സിലാക്കണം. പായിൽ കിടന്നു. അങ്ങനെ ഉസ്താദ് 2 റക്അത്ത് തഹയ്യത്തൊക്കെ നിസ്കരിച്ച് അവിടെ കിടന്നു. രാത്രി ഏകദേശം ഒരു സുബഹിക്കിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഒരു നിഴലിങ്ങനെ അനങ്ങുന്നുണ്ട്. ഞാനിങ്ങനെ സൂക്ഷ്മമായി നോക്കി. ജിന്നത്തെ ജിന്നൂരികളൊക്കെ വന്ന് നമ്മൾ പഠിച്ചുകൊണ്ട് ജിന്നൊക്കെ നമുക്ക് പേടി തീർന്നിട്ടുണ്ട്. അന്ന് ജിന്നാണോ എന്നൊരു സംശയം. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഉസ്താദ് ഇങ്ങനെ നിസ്കരിക്കുക. വിറച്ചുപോയി. അന്ന് ഞാൻ വിദ്യാർത്ഥിയാണ്, വിറച്ചുപോയി. ഉദയെടുത്ത് വന്നോ, ഞാനും നിസ്കരിച്ചു. അങ്ങനെ അവിടെ നിന്ന് അഭിവന്ദനായ ഉസ്താദ് ദുആ ചെയ്യുകയാണ്. എൻ്റെ കുട്ടികളെ മറക്കരുത്, എൻ്റെ കുട്ടികളെ മറക്കരുത്. ആ ദുആ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്നുപോയി. രാത്രി അഭിവന്ദനായ ഉസ്താദ് SYSന്റെ സമ്മേളനം കഴിഞ്ഞ്, മറ്റൊന്നുമല്ല സമ്മേളനം കഴിഞ്ഞ് അണ്ണാച്ചിയുടെ ലോറിയിൽ വന്ന് നടക്കാവിൽ വന്ന് ഉസ്താദ് ഒളിച്ച് കിടന്നുറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യുന്നത് എന്താണെന്നറിയോ? റഹ്മുറാഹിമായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളെ കുട്ടികൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുപാട് സ്ഥലത്ത് അധ്വാനിക്കുന്നുണ്ട്, അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാഹ് എന്ന് ഉറങ്ങിക്കിടക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി ഉണർന്നിരുന്ന് ദുആ ചെയ്ത CH ഐദ്രോസ് ഉസ്താദിന്റെ പിൻതലമുറയാണ്. ആ ദഅവത്തിന്റെ ദായിയുടെ പിൻമുളക്കാരാണ് ഈ ദായികളെ നമ്മൾ മനസ്സിലാക്കണം. ആ ലളിതം, ആ ലളിതബോധം, ആ വിനയബോധം, ആ സ്നേഹം നമ്മുടെ മനസ്സിലും ഉണ്ടാകണമെന്ന സന്ദർഭമാണ് എൻ്റെ ദായികളോട്, ഇബാദിന്റെ പ്രവർത്തകരോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ മഹാന്മാരുടെയൊക്കെ അർവാഹികൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഷെയ്ഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് പുതിയങ്ങാടിയിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ നമ്മളെ നിയന്ത്രണത്തിലൊന്നല്ല ഇത് നടക്കുന്നത്. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിത്ത് ഉസ്താദിന്റെ അർവാഹികൾ, മഹാരഥന്മാരായ മഹത്തുക്കളുടെ അർവാഹികൾ ഇവിടെയുണ്ട്. ആ സയ്യിദന്മാരുടെ, പാണക്കാട് പൂക്കോയ തങ്ങളുടെ, ബാഫക്കി തങ്ങളുടെ ഒക്കെ ആ മഹാന്മാരുടെ മഹത്തുക്കളുടെ അർവാഹികളുണ്ട്. ഇത് ചെറിയൊരു ചടങ്ങല്ല, ഇത് കേവലം ഒരു ക്യാമ്പല്ല, നമ്മൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ക്യാമ്പ് നടത്തുന്ന പോലെ ക്യാമ്പല്ല. ഒരു ആത്മീയ സദസ്സാണിത്, അർവാഹികൾ നിയന്ത്രിക്കുന്ന സദസ്സാണ്. അതിൻ്റെ അച്ചടക്കം പൂർണ്ണമായി നിങ്ങൾ പാലിക്കണം. ഈ ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പുതിയ അനുഭവം നമുക്കുണ്ടാകണം. അങ്ങനെ സംസ്കരിച്ചെടുത്ത പ്രസംഗങ്ങൾ കേട്ട്, പ്രഭാഷണങ്ങൾ കേട്ട് അച്ചടക്കം ഇവിടെ നിന്ന് പഠിച്ചു വേണം നമ്മൾ ഇറങ്ങിപ്പോകണം. അതുകൊണ്ട് ഒന്നാമതായി പറയാനുള്ളത്, ഒളു എടുക്കാൻ പ്രത്യേകമായ സമയം നമ്മൾ ഇവിടെ അനുവദിച്ചിട്ടില്ല. എല്ലാവർക്കും ഒളു ഉണ്ടായിരിക്കണം, എല്ലാവർക്കും ഒളു ഉണ്ടായിരിക്കണം. ഒരു മുസ്ഹഫ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ ദായികൾക്കൊക്കെ. അതിനിടയ്ക്ക് ഇവിടെ ഖുർആൻ ഓതും. സൂറത്ത് സജദ ഓതുമ്പോൾ നിങ്ങളത് നോക്കി അത് കേട്ട് നിങ്ങൾ ഓതണം. തബാറക്ക് ഇവിടെ ഓതുമ്പോൾ ആ സമയമാകുമ്പോൾ തബാറക്ക് ഓതും, അത് നിങ്ങൾ ഓതണം. അതിനുവേണ്ടി ഒരു മുസ്ഹഫ് നമ്മുടെ കയ്യിലുണ്ടാകും. മുസ്ഹഫ് കയ്യിലുണ്ടാകുമ്പോൾ ഒളു ഉണ്ടാകണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയാകണം. എന്താണ് വാദിനൂറിന്റെ ഓർമ്മ നമ്മുടെ മനസ്സിലുള്ള പോലെ ആ വാദിനൂറിന്റെ സൃഷ്ടിയാണ് ഇബാദ്. ആ ഇബാദിന്റെ സൃഷ്ടിയാണ് നിങ്ങൾ. 25ാം വാർഷികത്തിൽ ഇനി ഈ ക്യാമ്പിൽ പങ്കെടുത്ത നമ്മളടക്കം ഞാനടക്കമുള്ള നമ്മൾ ദായിമായ ഒളു ദായിമാക്കുക എന്നൊരു തീരുമാനം ഇവിടെ എടുത്തുകൊണ്ട് അത് പതിവാക്കണം. നമ്മൾ ഒളു എടുത്താൽ ഒളു മുറിഞ്ഞു പോയാൽ, അല്ലെങ്കിൽ മൂത്രയിക്കാനൊക്കെ പോയാൽ ഉടനെ ഒളു എടുത്ത് വന്നിരിക്കണം. ഒളു എടുക്കാനുള്ളൊരു സമയം നമസ്കാരത്തിന് ബാങ്ക് കൊടുത്താൽ ഉണ്ടാകില്ല, അത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ചില സൈൻ ബോർഡുകൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്, ഇവിടെയൊക്കെ ഉണ്ടാകും. ആ സൈൻ ബോർഡുകൾ പ്രദർശിപ്പിക്കുമ്പോൾ അതിങ്ങനെ വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ അത് ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്താനാണ് ബോർഡുകൾ നാളെ മുതൽ സ്ഥാപിക്കും. നിങ്ങളിങ്ങനെ വായിച്ചു നോക്കണം, ഞാൻ ഇപ്പോൾ ഒളുവിൽ തന്നെയാണോ. ഈ സൈൻ ബോർഡ് ഉണ്ടാകും, അതിങ്ങനെ നോക്കുമ്പോൾ ഒളുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഒന്നാമത് അതിലുണ്ടാകും. അതേപോലെ തന്നെ അടുത്ത സൈൻ ബോർഡ് ഉണ്ടാകും, ഒളിന് ശേഷമുള്ള പ്രാർത്ഥന, അത് സംബന്ധിച്ചുണ്ടാകും സൈൻ ബോർഡ്.
അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കുന്നതിനെ സംബന്ധിച്ച് സൈൻ ബോർഡ് ഉണ്ടാകും. അതേപോലെ തന്നെ ഞാൻ ഇന്നു മുതൽ ഒളു പതിവാക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം എനിക്ക് ഒളുവായി മരിക്കണം, ഒളുവിലായി മരിക്കണം. അടുത്ത സൈൻ ബോർഡ് ഉണ്ടാകും, നോക്കൂ എൻ്റെ തുണി നെരിയാളിയ മുകളിലാണോ. അപ്പൊ നമ്മൾ നോക്കണം മുകളിലോ താഴെയോ എന്ന്. പാൻസ് ധരിച്ച ജീൻസ് ധരിച്ച എൻ്റെ കുട്ടികൾ, SKSF-ന്റെ ഭൗതിക വിദ്യാർത്ഥികളായ പ്രവർത്തകന്മാർ, ട്രെൻഡിന്റെ പ്രവർത്തകന്മാർ ഈ സൈൻ ബോർഡ് കാണുമ്പോൾ നോക്കണം നെരിയാണിലേക്ക്. അങ്ങനെ ഓരോ സൈൻ ബോർഡുകളും ഈ ഇവിടെ ഉണ്ടാകും. ഈ സൈൻ ബോർഡുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവെക്കാൻ വേണ്ടിയാണ് ഇവിടെ നാളെ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുമ്പോൾ ഈ സൈൻ ബോർഡുകൾ, ഈ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അടയാളമായി മാറണം. അതാണ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചത്. ഒരു കേവലം ഒരു ക്യാമ്പല്ല ഇത് തസ്കിയത്തിന്റെ, സംസ്കരണത്തിന്റെ, ഒരു മാറ്റത്തിന്റെ ക്യാമ്പാണ്. ഒരു മാറ്റത്തിന്റെ ക്യാമ്പാണ്. അച്ചടക്കം പൂർണ്ണമായി നിങ്ങൾ പാലിക്കണം. സമയം കൃത്യമായി ഓരോ വിഷയങ്ങൾ ഇവിടെ പറയുമ്പോൾ ആ കൃത്യത നിങ്ങൾ പാലിക്കണം. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പൂർണ്ണമായി നിങ്ങൾ സഹകരിക്കണം. അച്ചടക്കരാഹിത്യം ഉണ്ടാകാൻ പാടില്ല, അലഞ്ഞ് ഇതിലൂടെ നടക്കാൻ പാടില്ല. പണ്ട് നമ്മുടെ ഒരു സമ്മേളനത്തിലെ അനൗൺസ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ജമാഅത്ത് തുടങ്ങി നടക്കുകയാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും ജമാഅത്തിലേക്ക് വരണമെന്ന് ഒരു അനൗൺസ്മെന്റ് മുമ്പൊരു സമ്മേളനത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമ്മേളനത്തിൽ അനൗൺസ്മെന്റ് ഇവിടെ ഉണ്ടാകൂല. അലഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ പാടില്ല. ജമാഅത്ത് അവിടെ നടക്കുമ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്യേണ്ട ഗതികേട് വന്നോ എന്ന് സംശയിക്കുന്നു. സ്റ്റാളുകളിലും വാളണ്ടിയേഴ്സായ പ്രവർത്തകർ പോലും സ്റ്റാളുകളിലും അവിടെ ഇവിടെയും കാണാനിടയായിട്ടുണ്ട് എന്ന് ചെറിയ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് നടക്കുമ്പോൾ എല്ലാവരും ആ ജമാഅത്തിലേക്ക് ഒതുവെടുത്ത് ധൃതി പിടിച്ച് ഒതു ഇല്ലാത്തവർ, മുറിഞ്ഞുപോയവർ ഒതുവെടുത്ത്, അല്ലാത്തവർക്ക് ഒതു ദായമാണല്ലോ, പെട്ടെന്ന് ജമാഅത്തിന് സന്നദ്ധമാകണം. ജമാഅത്ത് നടക്കുമ്പോൾ ജമ്മും കസറുമാക്കിയ ആളുകൾ മാത്രം, അവർക്ക് എക്സംഷൻ, എന്നാലും ഞാൻ ഒഴിവാകുമല്ലോ, അതിന് എക്സംഷൻ. ജമ്മും കസറും അത്ര ദൂരെ എന്ന് കാസർഗോഡ് ആളുകൾ അങ്ങനെ ജമ്മും കസറുമാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലാത്തവർ ഇവിടെ ജമാഅത്തിന് തന്നെ ഹാജരാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ജമാഅത്ത് കണിശമാണ്. അതേപോലെ നമ്മളെ വേഷവിധാനം, ക്യാമ്പ് അംഗങ്ങളായ ആളുകൾ നമ്മുടെ നൈറ്റ് ഡ്രസ് ധരിച്ചുകൊണ്ട് ഇവിടെ മുമ്പിലൊന്നും വന്നിരിക്കാൻ പാടില്ല. നമ്മുടെ വലിയ ഗസ്റ്റുകൾ വരുമ്പോൾ അതേപോലെ നമ്മുടെ സദസ്സിന്റെ മാന്യത നമ്മൾ പാലിക്കണം. പരമാവധി വെള്ളവസ്ത്രം ധരിക്കാൻ നമ്മൾ തയ്യാറാകണം. പരമാവധി എന്ന് പറയുന്നത് വെള്ളവസ്ത്രം ഇല്ലാത്തവർ ബുദ്ധിമുട്ടാകേണ്ട പരമാവധി. പക്ഷെ നൈറ്റ് ഡ്രസ്, കള്ളിമുണ്ട്, പുള്ളി മുണ്ടൊന്നും എടുത്ത് ഈ സദസ്സിൽ, ഈ മുബാറക്കായ മജ്ലിസിൽ, അള്ളാഹുവിന്റെ മാലാഖമാർ നിർണ്ണയിക്കുന്ന മജ്ലിസിൽ അദബുകേടായി നമ്മൾ വരാൻ പാടില്ല. അതുപോലെ നമ്മൾ പഴയ കാലത്ത് നമ്മുടെ ക്യാമ്പിലുണ്ട്, രാവിലെ ഒരു തോർത്തുമുണ്ടും കഴുത്തിലിട്ട് ബ്രഷും പേസ്റ്റുമായി പോയി ആ ബ്രഷ് അവിടെ വെച്ച് ആ തോർത്തുമുണ്ടുമായി വന്നിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. തോർത്തുമുണ്ട് അതുപോലെയുള്ള സംഗതികളൊക്കെ നമ്മളെ ക്ലോക്ക് റൂമിലോ അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റഡിയിലാകണം. ഇരിക്കുമ്പോൾ വളരെ വൃത്തിയിലാകണം. നല്ല വേഷം, നല്ല തൊപ്പി ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തലമറച്ചുകൊണ്ട് അച്ചടക്കം പൂർണ്ണമായി പാലിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. വേഷത്തിന്റെ കാര്യത്തിൽ, അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, ഭക്ഷണം പ്രത്യേകമായി സജ്ജമാക്കിയ സൗകര്യങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്ന സംവിധാനം ഉപയോഗപ്പെടുത്തണം. വേസ്റ്റ് ആകാൻ പാടില്ല, ഭക്ഷണം വേസ്റ്റ് ആകാൻ പാടില്ല, വേസ്റ്റ് ആക്കാൻ പാടില്ല. വേസ്റ്റുകൾ പ്രത്യേകമായ പാത്രത്തിൽ നിക്ഷേപിക്കണം. ഒരു കാരണവശാലും ഇവിടെ നിന്ന് വൃത്തികേടാകാൻ പാടില്ല. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. മൊബൈൽ ഫോൺ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നിങ്ങളുടെ മൊബൈൽ ഉപയോഗം കൊണ്ട്, ലാപ്പ് ഉപയോഗം കൊണ്ട് ഈ സദസ്സിനോ തൊട്ടടുത്ത ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. ഇന്നിത്യാദി കാര്യങ്ങൾ സദസ്സ് പൂർണ്ണമായി ഉൾക്കൊള്ളണം. എൻ്റെ പ്രവർത്തകന്മാർ എൻ്റെ കൂടെ നിൽക്കുമെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഈ അച്ചടക്കം ഈ നാളെ നമ്മുടെ മറ്റന്നാൾ ക്യാമ്പ് കഴിയുന്നത് വരെ പൂർണ്ണമായി ഉണ്ടാകണം. നമ്മുടെ നേതാക്കന്മാരൊക്കെ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, നമ്മുടെ നായകൻ, കടന്നു വന്ന് ഇവിടെ ചെയർ സീറ്റിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ മനസ്സ് വല്ലാതെ കുളിർമ കൊണ്ടുപോയി. ആരാണ് ഇവരൊക്കെ? ദുആക്ക് ഇജാബത്തുള്ള മഹാരഥന്മാർ. അവരൊക്കെ നമ്മളെ കൂടെ ഇരിക്കുകയാണ്. വാദിനൂറിൽ മഹാനായ ശ്രീ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ടെക്നോളജി വർദ്ധിക്കാത്ത കാലഘട്ടത്തിൽ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ സ്വന്തം വണ്ടി ഓടിച്ച് എന്നെയും കയറ്റി ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പോവാണ്. ഞാൻ കയറിയ വണ്ടിയുടെ ഡ്രൈവർ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്, അതിനേക്കാൾ അഡ്വാൻസ് ആയി ടെക്നോളജി വളർന്നു. ഇന്നും അവർ നമ്മുടെ കൂടെ. സാദിഖ് അലി തങ്ങൾ വേദിയിൽ വന്നിരുന്നു, സന്തോഷം പങ്കിട്ട് പോയി. അബ്ബാസ് അലി തങ്ങൾ താഴെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെ അവരുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രവർത്തകന്മാരോട് പൂർണ്ണമായ അച്ചടക്കം പാലിക്കണം. ഈ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ക്യാമ്പ് അംഗങ്ങൾ, ഭക്ഷണം നിങ്ങൾക്ക് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ക്യാമ്പ് അംഗങ്ങൾ ഒരിക്കലും തന്നെ പരിസര ഹോട്ടലുകളിലേക്ക് പോയി നമ്മളെ ഹോട്ടലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്യാവശ്യം നല്ല ഭക്ഷണം ഇവിടെ തൃശ്ശൂരിലെ ആതിഥേയർ നന്നായിട്ട് തന്നെ ഷിസാഹിന്റെ നേതൃത്വത്തിൽ നല്ല കരുത്തുറ്റ ടീം തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അൽഹംദുലില്ലാ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആ ഭക്ഷണത്തിന് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത അവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പ്രത്യേകമായി പറയാനുള്ളത്, സമയനിഷ്ഠ നമ്മുടെ
ഈ വിഷയത്തിലുള്ള രാവിലെയും ടൈമിംഗ് പ്രത്യേകമായി നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ടൈമിംഗ് നമ്മൾ പാലിക്കണം. രാവിലെ സന്ദർഭവും രാത്രി നമ്മൾ ഉറങ്ങുന്ന സന്ദർഭവും പ്രത്യേകമായി സമയം കാണിച്ചിട്ടുണ്ട്. അല്പം ടൈമിൽ ഒരു പക്ഷേ വ്യത്യാസം വന്നാൽ നമ്മുടെ ഷെഡ്യൂൾ നീണ്ടത് കൊണ്ടാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ 9:45 ഇഷ എന്ന് ചേർക്കേണ്ടി വന്ന ഇപ്പോൾ നമ്മുടെ ഷെഡ്യൂൾ അല്പം നീണ്ടുപോയത് കൊണ്ടാണ്. അപ്പോൾ ടൈം ഇവിടെ കൂട്ടിക്കൊടുത്തു. ബാക്കി ഉസ്താദിനൊക്കെ 5 മിനിറ്റ് കൂട്ടിക്കൊടുത്തത് കൊണ്ടാണ്, ക്ലാസ് നീണ്ടത് കൊണ്ടാണ് ടൈം നീണ്ടുപോയത്. ഇൻഷാ അല്ലാ ഈ നിർദ്ദേശങ്ങൾ കഴിഞ്ഞാൽ ഉടനെ നമസ്കാരമാണ് നടക്കാൻ പോകുന്നത്. നമസ്കാരത്തിന് ഒന്നും ഉണ്ടായിരിക്കുമല്ലോ, ഒന്നും പുതുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ കാര്യങ്ങൾ ചെയ്യും. ഭക്ഷണ കാര്യങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ക്ലോക്ക് റൂം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ക്ലോക്ക് റൂമിന് പ്രത്യേകമായ സമയം അനുവദിച്ചത്. എല്ലാ സമയവും ക്ലോക്ക് റൂമിൽ പോവുകയും ഇങ്ങോട്ട് വരികയും കയറി ഇറങ്ങുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ക്ലോക്ക് റൂം രാത്രി 11:30 മണിക്കും 4:30 മണിക്കും ഇടയിൽ പ്രവർത്തിക്കുന്നതല്ല. രാത്രി 11:30 മണിക്കും രാവിലെ 4:30 മണിക്കും ഇടയിൽ ക്ലോക്ക് റൂം പ്രവർത്തിക്കുന്നതല്ല. 11 മണി കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്യും. പ്രധാന ലൈറ്റ് ഓഫ് ചെയ്യും. നഗരയിലെ നമ്മുടെ ഈ ക്യാമ്പിലെ പ്രധാന ലൈറ്റ് ഓഫ് ചെയ്യും. പിന്നെ ഉറങ്ങേണ്ട സമയമാണ്. അപ്പോൾ ഉറങ്ങിയാൽ മാത്രമേ നാളെ രാവിലെ നമുക്ക് സമയത്ത് എഴുന്നേൽക്കാൻ കഴിയുള്ളൂ. രാവിലെ 5 മണിക്ക് ലൈറ്റ് ഓൺ ആകും. 5 മണിക്ക് ലൈറ്റ് ഓൺ ആയാൽ 5:25 ബാങ്ക്. ഒളു എടുത്ത് തഹജ്ജുദിനുള്ള സമയമുണ്ട്. 5:20 ബാങ്ക് കൊടുത്താൽ 5:35 നമസ്കാരമാണ്. ആ സമയം കൃത്യമായി ഇവിടെ നമസ്കാരങ്ങൾ നിർവഹിക്കും. ആ കൃത്യമായി ആ സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ് എല്ലാ കാര്യത്തിലും. പിന്നെ 6 മണിക്ക് ഖുർആൻ പാരായണവും രാവിലെയുള്ള കാര്യങ്ങളും അതാത് ദിവസങ്ങളിൽ നിർദ്ദേശം നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അഭിവന്ദനായ സാലിം ഫൈസിയുടെ ശക്തമായ നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളുമാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ഭക്ഷണം കൊടുക്കണ്ടപ്പം ഓറഞ്ച് കളറിലുള്ള കൂപ്പൺ വളണ്ടിയേഴ്സിനെ ഏൽപ്പിച്ച് ഭക്ഷണം വാങ്ങണം. സൗകര്യം മാനിച്ചുകൊണ്ട് ആദ്യമാക്കുകയാണ്. ഇന്നത്തെ ഒരൊറ്റ ദിവസം മാത്രം ഭക്ഷണം ആദ്യമാക്കുകയാണ്. ഒരു സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഓറഞ്ച് കളറിലുള്ള കൂപ്പൺ വളണ്ടിയേഴ്സിനെ ഏൽപ്പിച്ച് ഭക്ഷണം വാങ്ങേണ്ടതാണ്. ഭക്ഷണം കഴിച്ച് ഉടനെ ഇവിടെ ജമാഅത്ത് നമസ്കാരത്തിന് ബാക്കിയുള്ള കൂപ്പൺ നിങ്ങൾക്ക് മൊത്തം 2 ദിവസത്തെ കൂപ്പണാണ് നൽകിയത്. ഒരു കൂപ്പൺ ഓറഞ്ച് കളറുള്ള കൂപ്പണാണ് കൊടുക്കാൻ പറഞ്ഞത്. ബാക്കിയുള്ള കൂപ്പൺ നിങ്ങളെ കയ്യിൽ തന്നെ ഉണ്ടാകാൻ നാളെ ഭക്ഷണം കിട്ടുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം. ഭക്ഷണ വിതരണം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ നമസ്കാരം ഉണ്ടാകും. അതിനുശേഷം കൃത്യസമയത്ത് ലൈറ്റ് അണക്കുമ്പോൾ ഉറങ്ങേണ്ടതാണെന്നും ഭക്ഷണം ഉറങ്ങേണ്ട സമയത്ത് ഈ റോഡിലൂടെയോ ഇവിടെ ഗ്രൗണ്ടിലോ കാണാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ അച്ചടക്ക ബോധം നമ്മുടെ വിദേശത്തുള്ള ആളുകളൊക്കെ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആളുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിക് ക്ലാസ് റൂമിലൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു കൗതുകമായി മാറണം നമ്മുടെ ക്യാമ്പ്. നിങ്ങളൊക്കെ പൂർണ്ണമായി എന്നോടും നമ്മുടെ സംഘടനയോടും പ്രസ്ഥാനത്തോടും വന്യരായ സയ്യിദന്മാരോടും പൂർണ്ണമായി സഹകരിക്കുന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ വിധത്തിൽ എന്തെങ്കിലും